അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ മജ്ലിസുൽ ഖുർആൻ സഹോദരി സഹോദരങ്ങളെ, 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 40 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചത്. ജയിലിലാണ്. തടവറയിലേക്ക് കൂടെ പ്രവേശിച്ച ആ കാലയളവിലെ 2 സഹോദരങ്ങളുടെ സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചു നിൽക്കുന്ന സമയമാണ്. ഇൻഷാ അല്ലാഹ് അതിന് ഉത്തരം പറയാം അടുത്ത ഭക്ഷണത്തിന് മുമ്പ് തന്നെ പറയാം എന്ന് പറഞ്ഞിരിക്കാൻ. അപ്പോൾ ഭക്ഷണം വരുമ്പോഴേക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നമുക്ക് 36-ാമത്തെ വചനം മുതൽ 40 വരെ ഒന്ന് ഓർക്കാം. പാരായണം ചെയ്ത് ഓർത്തങ്ങ് പോവാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين قال لا يأتيكما طعام ترزقانه نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون يا صاحبي السجن أأرباب متفرقون خير أم الله الواحد القهار ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل
سلطان إن الحكم إلا لله أمر ألا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون. Okay. 41 മുതലുള്ള വചനങ്ങളാണ് ഇന്ന് വായിക്കുന്നത്. പാരായണം ചെയ്തു തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا صاحبي السجن أما أحدكما فيسقي ربه خمرا يا صاحبي السجن أما أحدكما فيسقي ربه خمرا وأما الآخر فيصلب فتأكل الطير من رأسه وأما الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان قضي الأمر الذي فيه تستفتيان ഒന്നോതി നോക്കാം ഒരുമിച്ച്. يا صاحبي السجن أما أحدكما فيسقي ربه خمرا وأما الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان. ശരി. 42. وقال للذي ظن أنه ناج منهما وقال للذي ظن أنه ناج منهما اذكر
ഉദ്കുർനി ഇൻദ റബ്ബിക ഉദ്കുർനി ഇൻദ റബ്ബിക. അവിടെ ഇനി നമ്മളത് കൂട്ടി വായിക്കുകയാണ്. മിൻഹുമാ എന്നതിനോട് ഉദ്കുർനി കൂട്ടി വായിക്കുമ്പോൾ അതെ മിൻഹുമാ എന്ന ദീർഘം കളയും. അതെ മിൻഹുമദ്കുർനി വഖാല ലില്ലദീ ظن അന്നഹു നാജിം മിൻഹുമദ്കുർനി ഇൻദ റബ്ബിക. فأنساه الشيطان ذكر ربه فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين فلبث في السجن بضع سنين. ഓക്കെ, ഒന്നിച്ചോതാം. وقال للذي ظن أنه ناج منه اذكرني عند ربك فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين. ഓക്കെ, ബാക്കി അതിന് ശേഷം വായിക്കാം. യാ സാഹിബയി അസ്സിജ്നി, മുമ്പും പറഞ്ഞിട്ടുണ്ട് യാ സാഹിബയി സിജ്നി അർബാബുൻ മുത്തഫർരിഖൂന അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്ന് വെച്ചു. അപ്പോൾ എന്താ യാ സാഹിബയി സിജ്നി? എൻ്റെ ജയിൽ സുഹൃത്തുക്കളെ. യാ സാഹിബൈ അസ്സിജ്നി, സാഹിബൈ അസ്സിജ്നി, എൻ്റെ ജയിൽ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. അമ്മ അഹദുകുമ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങളിൽ അഹദുകുമ, അഹദ് അമ്മ എന്നാൽ അഹദു ഒരാൾ, കുമ കുമ നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ, നിങ്ങൾ രണ്ടിൽ ഒന്നാമത്തെ ആളില്ലേ, ആദ്യത്തെ ആളില്ലായിരുന്നോ? നിങ്ങൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞില്ലേ? എന്തായിരുന്നു ആദ്യത്തെ ആളുടെ സ്വപ്നം? ഒരു രണ്ടാളും എന്തായാലും പറഞ്ഞത് ഇന്നി അറാനി. ഓക്കെ, എന്നെ മേലെ താഴത്തിലേക്ക് പോയി. അല്ല, അത് രണ്ടാമത്തെ ആള്, തലയിൽ രണ്ടാമത്തെ ആള്. അഴ്സിറു ഹംറ. ആയത്തിൽ നോക്കും മേലേക്ക്, ഇന്നി അറാനി അഴ്സിറു ഹംറ എന്ന് പറഞ്ഞിരുന്നു. യാ സാഹിബയി സിജ്നി അമ്മ അഹദുകുമ ഫയസ്ഖി റബ്ബഹു ഹംറൻ, ഫയസ്ഖി റബ്ബഹു ഹംറൻ. അപ്പറഞ്ഞതിൻ്റെ അഥവാ ഇന്നി അറാനി അഴ്സിറു ഹംറൻ, ഞാനിങ്ങനെ വീഞ്ഞുണ്ടാക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്, എന്താണെന്ന് ചോദിച്ചിരുന്നല്ലോ. അമ്മ അഹദുകുമ, ആ ചോദ്യത്തിൻ്റെ വ്യാഖ്യാനം, ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്നത് എന്താണ്? ഫയസ്ഖി റബ്ബഹു ഹംറൻ. സഖായസ്ഖി എന്ന് പറഞ്ഞാൽ കുടിപ്പിക്കുക. സഖായസ്ഖി സിഖ നമ്മൾ പറഞ്ഞല്ലോ, അപ്പം കൊടുക്കുകയും അതേപോലെ തന്നെ വെള്ളം കൊടുക്കുകയും ചെയ്യുന്ന രണ്ട് അവിടുത്തെ തൊഴിലാളികളാണ്, അല്ലെങ്കിൽ സേവകരാണ്, ഖദമുകളാണ്, ഖാദിമീങ്ങളാണ്. അവർ പുറത്താക്കപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും, അവർ തമ്മിലുള്ള തർക്കവും പ്രശ്നവും ആയിട്ട് വിഷം കലർത്തി എന്നോ മറ്റോ ഉള്ള തർക്കത്തിൻ്റെ പേരിലായിരുന്നു അവർ ജയിലിലടക്കപ്പെടുന്നത്. അപ്പോൾ അതിലൊരാൾ കാണുന്ന സ്വപ്നം ഇതാണ്. അതിനുശേഷം
പിന്നെ ഇങ്ങനെ വീഞ്ഞുണ്ടാക്കി കുടിക്കുന്നതൊക്കെ ആയിട്ട് അയാൾ സ്വപ്നം കാണുന്നു. മറ്റേ ആൾ കണ്ടത് തലയിൽ ഇങ്ങനെ അപ്പം കൊണ്ടുവന്നു, അതെന്ത് ചെയ്യുന്നു, പക്ഷികൾ വന്നിട്ട് കൊത്തിക്കൊണ്ടുപോകണം. ഇതാണ് അവരതിന് ശേഷം അവിടുന്ന് കാണുന്ന സ്വപ്നങ്ങൾ. അതാണ് ഇദ്ദേഹത്തോട് പിന്നീട് അവസരം കിട്ടിയപ്പോൾ, നല്ല മനുഷ്യനാണല്ലോ, മൂപ്പരോടൊന്ന് ചോദിച്ചു നോക്കാം, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, അതുകൊണ്ട് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കാമെന്ന് ചോദിക്കണേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, അടുത്ത ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യാം, പറഞ്ഞുതരാം. അങ്ങനെയാണ് പറയുന്നത്. അമ്മ അഹദുകുമാ, നിങ്ങളിൽ ഒരാൾ, ആദ്യത്തെ ആൾ എന്താ ചെയ്യുന്നത്, എന്താണെന്നാ കാണുന്നത്, ഫയസ്ഖി റബ്ബഹു ഖംറൻ, ഫയസ്ഖി അദ്ദേഹം കുടിപ്പിക്കും, റബ്ബഹു തൻ്റെ റബ്ബിനെ. റബ്ബിനെ പറഞ്ഞാൽ യാ റബ്ബി എന്ന് പറഞ്ഞ റബ്ബാണോ? അല്ല, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ എന്ന റബ്ബാണ്. അദ്ദേഹത്തിൻ്റെ രാജാവിനെ തന്നെ പുറത്താക്കിയ ആ രാജാവിൻ്റെ ഉദ്ദേശം ഖംറൻ, കള്ള് കുടിക്കാൻ കൊടുക്കും. അതായത് എന്താ ഉദ്ദേശം? തിരിച്ചെടുക്കപ്പെടും, കുറ്റവിമുക്തനാക്കി തിരിച്ചെടുക്കപ്പെടും. അങ്ങനെ വീണ്ടും നിങ്ങൾ ആ ജോലി തന്നെ തുടരും എന്നതാണ് കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അഥവാ രണ്ട് സുഹൃത്തുക്കളെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളിൽ ഒരുവൻ തൻ്റെ യജമാനന് വീഞ്ഞ് കുടിപ്പിച്ചുകൊണ്ടിരിക്കും എന്നതാണ്. യാ സാഹിബൈ അസ്സിജ് ഫിസ്സിജൻ ഇലൈകുമ തഫ്സീർ റുഇയാകുമ, നിങ്ങൾ രണ്ടാളെയും റുഇയ കണ്ടത്, സ്വപ്നം, റുഇയ സ്വപ്നം, സ്വപ്നത്തിന് വ്യാഖ്യാനം കൊടുക്കും. അമ്മല്ലദീ റഅ അന്നഹു യഅ്സിറുൽ ഇനബ് ഫി റുഇയഹു, സ്വപ്നത്തിൽ മുന്തിരിക്കള്ളുണ്ടാക്കുന്നതായി വീഞ്ഞെടുക്കുന്നതായി കണ്ട ആള്, ഫഇന്നഹു യഖ്റുജു മിനസ്സിജ്ൻ, അല്ലെങ്കിൽ യുഖ്റജു മിനസ്സിജ്ൻ, ജയിലിൽ നിന്ന് പുറത്തു പോകും. വയകൂനു സാഖിൽ ഖംർ ലിൽ മലിക്, എന്നിട്ട് രാജാവിന് വീണ്ടും സാഖിൽ ഖംർ ആയിട്ട് തന്നെ തിരിച്ചു സെർവ് ചെയ്ത് ജീവിക്കും എന്ന്. ശരി, എന്നാലോ എന്നാലോ അൽ ആഖറു, മറ്റേ ആളോ, അഥവാ രണ്ടാമത്തെ മറ്റേ ആളോ, ഫയുസ്ലബു, എന്താകും? ഫയുസ്ലബു, സലബ ക്രൂശിച്ചു, സലബ, യുസ്ലബു, സുലിബ യുസ്ലബു, സലബ യസ്ലുബു, ക്രൂശിക്കുക, ക്രൂശിക്കും, ക്രൂശിക്കുന്നു, സുലിബ ക്രൂശിക്കപ്പെട്ടു, യുസ്ലബു ക്രൂശിക്കപ്പെടും, ക്രൂശിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും, ശിക്ഷ വിധിക്കപ്പെടും അയാൾക്ക്. മരത്തുമ്മൽ കെട്ടി തൂക്കപ്പെടും, അല്ലെങ്കിൽ ആണി അടിച്ച് കെട്ടി മരത്തുമ്മൽ ബന്ധിക്കും. ഉയരത്തിൽ അദ്ദേഹത്തെ ക്രൂശിക്കപ്പെടും. ഫയൂസ്ലബു ഫതഅകുലു ത്വയ്റു മിൻ റഅസിഹി, എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങനെ അവിടുന്ന് പക്ഷികൾ അദ്ദേഹത്തിൻ്റെ തല കൊത്തി പൊട്ടിച്ച് തിന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അഥവാ ക്രൂരമായി ശിക്ഷിക്കപ്പെടും എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ തഫ്സീറുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനെന്നാ അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചെയ്തില്ല, ഞാനൊന്നും ചെയ്തില്ല, ഞാനല്ല, ഞാനങ്ങനെ സ്വപ്നം കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് എന്നാണ് തുടർച്ചയായി അതിൻ്റെ തുടർന്ന ഭാഗത്ത് പറയുന്നത്. ഖുദിയൽ അംറു, സംഗതി ചെയ്തോ ചെയ്തില്ല എന്നുള്ളതല്ല, സംഭവം എന്തെന്നായാലും ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, നിങ്ങൾ രണ്ടും ഏതൊരു കാര്യത്തെക്കുറിച്ചായിരുന്നോ അന്വേഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ കാര്യത്തിൽ എന്തായാലും എന്തായി, ഈ മാറ്റമൊന്നും ഇനി ഉണ്ടായി, ഇത് തന്നെ ആയിരിക്കും ഇനി ഉണ്ടാകുക, അതങ്ങനെ തന്നെ സംഭവിക്കൂട്ടോന്ന്. ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, ഇസ്തഫ്ത ഫത്വ, മുഫ്തി, അഫ്ത യുഫ്തി മുഫ്തി, ഇസ്തഫ്ത യസ്തഫ്തി യസ്തഫ്തിയാനി,
നിങ്ങൾ രണ്ടുപേർ, അവർ രണ്ടുപേരും ഫത്വ അല്ലെങ്കിൽ വിശദീകരണം, വ്യാഖ്യാനം, വിവരണം, ആ കാര്യം, നിജസ്ഥിതി അറിയാൻ അന്വേഷിച്ചു. അതാണ് ഇസ്തഫ്ത എന്ന് പറഞ്ഞു. വിധി ആരായുക എന്നാണ് ഇസ്തഫ്ത എന്ന് പറഞ്ഞാൽ. വിധി ആരായുക. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യണം, ഇപ്പം വുളുവിനെ കുറിച്ച് നേരത്തെ ചോദിച്ച പോലെ വുളു എന്ത് ചെയ്യണം, എല്ലാ നിസ്കാരത്തിനും ഒരു വുളു മതിയോ, എല്ലാത്തിനും കൂടി. അപ്പോൾ അതൊരു ഇസ്തഫ്ത. അപ്പം മുഫ്തി അവിടെ മറുപടി കൊടുക്കുകയാണ്, ഒന്നായാലും മതി, മുറിഞ്ഞു പോയില്ലെങ്കിൽ ഒന്ന് മതി എന്ന് പറയാം, എല്ലാത്തിനും ആവാം. അപ്പം അതാണ് ഇസ്തഫ്ത, യസ്തഫ്തി, ഇസ്തിഫ്ത. അതിനാണ് അഫ്ത, മുഫ്തി. ഓക്കെ, മുഫ്തി അതാണ്. ഫത്വയിൽ നിന്ന് മുഫ്തി എന്ന്. ഫത്വ കൊടുക്കുന്ന ആളാണ് ആര്? മുഫ്തി. വലിയ വലിയ മുഫ്തിമാരാണെങ്കിൽ ഗ്രാൻഡ് മുഫ്തിയൊക്കെ ഉണ്ടാവും. അപ്പം അഫ്ത എന്നതിൽ നിന്നാണ് അത് വന്നത്. യെസ് യെസ് ഖുദിയൽ അംറു എന്നത്. ഖുദിയൽ അംറു തീരുമാനിക്കപ്പെട്ടു. ഖുദിയ പെട്ടു എന്നാ, തീരുമാനിക്കപ്പെട്ടു. അൽ അംർ കാര്യം. ശരി, അപ്പോൾ അവിടെ പറഞ്ഞു വഅമ്മൽ ആഖറു അല്ലദീ റഅ അന്നഹു യഹ്മിലു അലാ റഅസിഹി ഖുബ്സൻ, തലയിൽ അപ്പം ചുമന്നു പോകുന്നതായി സ്വപ്നം കണ്ട രണ്ടാമനോ, ഫഇന്നഹു യുസ്ലബു വയുത്രകു, അയാൾ ക്രൂശിക്കപ്പെടും, അല്ലെങ്കിൽ അയാൾ ആട്ടി ഓടിക്കപ്പെടാം, പറഞ്ഞയക്കപ്പെടാം, ഉപേക്ഷിക്കപ്പെടും. അയാൾ ഉപേക്ഷിക്കപ്പെടും, എവിടെയെങ്കിലും കെട്ടിയിടപ്പെടും, ക്രൂശിക്കപ്പെടും. വതഅകുലു ത്വയ്റു മിൻ റഅസിഹി, ആയത്തുൽ റഅസിഹി എന്നല്ലേ ഒന്ന്. ഫതഅകുലു ത്വയ്റു മിൻ റഅസിഹി. റഅസ് ഖുദിയൽ അംറു അല്ലദീ ഫീഹി തസ്തഫ്തിയാനി വഫുരിഗ മിൻഹു. അതാണ് ആയത്ത്. ഒന്നും കൂടെ ആയത്ത് ഓതി നോക്കൂ. ആയത്ത് ഓതി നോക്കൂ. യാ സാഹിബയി സിജ്നി അമ്മാ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറാ وأما الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان. ഒന്നുകൂടെ. يا صاحبي السجن أما أحدكما فيسقي ربه خمرا وأما الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان. അർത്ഥം വായിച്ചു നോക്കി. യാ സാഹിബൈ സിജിൻ. പറഞ്ഞു നോക്കൂ. യാ സാഹിബൈ സിജിൻ, രണ്ട് സുഹൃത്തുക്കളെ. അമ്മ അഹദുകുമാ, നിങ്ങളിൽ ഒരാള്, ആദ്യത്തെ ആള്, ഫയസ്ഖി റബ്ബഹു ഖംറൻ, കുടിപ്പിക്കുക, അതായത് തിരിച്ചെടുക്കപ്പെടുകയും അവിടുത്തെ പണിക്കാരനായിട്ട് തന്നെ വീണ്ടും അവിടെ ഉണ്ടാവും. വഅമ്മൽ ആഖറു, എന്നാൽ രണ്ടാമത്തെ മറ്റേ ആളോ, ഫയുസ്ലബു, ക്രൂശിക്കപ്പെടും, ഉപേക്ഷിക്കപ്പെടും. ഫതഅകുലു ത്വയ്റു മിൻ റഅസിഹി, പക്ഷികൾ അതിങ്ങനെ തല കൊത്തി തന്നൂല്ലേ. ശരി. ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാനി, തീരുമാനമായി കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ രക്ഷപ്പെടാം. കുറഞ്ഞ നാളുകൾ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്തു പോകാം എന്നൊക്കെയാണ് പറയണതല്ലേ. തഫ്സീറുകളിൽ അങ്ങനെ കാണുന്നു. വല്ലാഹു ആലം. ആയത്തിൽ ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നൊന്നും അവിടെ ഒന്നുമില്ല. ഏതായാലും അല്പനാളുകൾക്ക് ശേഷം നിങ്ങൾ പുറത്തു പോകും. ഒരാളിങ്ങനെ ശിക്ഷിക്കപ്പെടുകയും ഒരാൾക്ക് അവിടെ തന്നെ പിന്നെ തിരിച്ച് ജോലി തന്നെ കയറാനും പറ്റും എന്നുവാ പറഞ്ഞത്. ഒരാൾ തിരിച്ചെടുക്കും, മറ്റവൻ്റെ കഥ പോയത് തന്നെയാണ്, കാര്യം ഏതായാലും രണ്ടാൾക്കാർക്കും ഇനിയും മാറ്റമൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ കേട്ട് സാധുക്കൾ ഒരുത്തൻ സന്തോഷത്തിലും മറ്റവൻ സങ്കടത്തിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പോകുന്ന പോക്കിൽ വേറൊരു കാര്യമാണ് യൂസുഫ് നബിക്ക് അവിടെ ഉണ്ടാകുന്നത്.
ചരിത്രത്തിൻ്റെ തുടർച്ച അവിടെയാണ്. ബാക്കി ഭാഗം യൂസുഫ് അലൈഹിസ്സലാം എന്ത് ചെയ്യാണ്? ഐഖന അല്ലദീ ഐഖന, ഈ കൂട്ടുകാരിൽ രണ്ടാളുടെ കാര്യം പുറത്തു പോകുമെന്നും രക്ഷപ്പെടുമെന്നും ഉറപ്പായ ഒരാളുണ്ടല്ലോ, ആ ആളോട് പറഞ്ഞു ഏതായാലും ഒരു കാര്യം ചെയ്യണം, പോകുമ്പേ പിന്നെ രാജാവിനോട് എന്ത് പറയണം, നമ്മളെ കാര്യം ഒന്ന് പറഞ്ഞേക്കേണ്ടിന്ന്, മോനങ്ങനെ തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ, നിങ്ങളെന്നെ മനസ്സിലാക്കിയ കാര്യം ഒന്ന് പറഞ്ഞേക്കണം, മുസ്ലിങ്ങളിൽപ്പെട്ട ആളാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, അപ്പം നിങ്ങളൊന്ന് പറയണം, അവിടെ പോയിട്ടൊന്ന് ഓർമ്മപ്പെടുത്തിക്കളണ്ടി, അയാൾ സത്യത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, സാധു നിരപരാധിയായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്, അവിടെ മൂപ്പരോ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ എന്ന വിഷയങ്ങളൊന്ന് സൂചിപ്പിച്ചേക്ക് എന്ന് പറയാണ്. പക്ഷെ ആ സാധു കഴിച്ചിലായാലും മൂപ്പരാക്കെ മറന്നുപോയി, അത് പറയാനൊക്കെ മറന്നുപോയി. പിന്നെ കുറച്ചും കൂടി കാലം കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഓർമ്മ വന്നു തന്നെ രാജാവ് ഇതുപോലെ ഒരു ഇടങ്ങേറ് സ്വപ്നം കണ്ടതാ പറ്റിച്ച്, അല്ലെങ്കിൽ കഴിച്ചിലായത്. രാജാവ് സ്വപ്നം കണ്ടപ്പോൾ എന്താ പറഞ്ഞ്, പ്രധാനികളായ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞ് സംഗതി ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടു, അല്ലാതെ പേടിയുണ്ട്, എന്താണ് കാര്യങ്ങളൊന്ന് പറഞ്ഞക്കാർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും സ്വപ്ന വ്യാഖ്യാനം നടത്തുന്നവരുണ്ടെങ്കിൽ തഅ്ബുറൂൻ റുയാക്ക് നിങ്ങൾ ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളെന്തോ കാണുമായിരിക്കും, ആ അതിൻ്റെ വേണ്ടിയില്ല എന്നാണ്. പിന്നെ മൂപ്പർക്ക് തോന്നി, ഓ സംഭവം ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊരു വിഷയം പറഞ്ഞു തന്ന ആള് ജയിലിലുണ്ടല്ലോ, ഞാനൊരു കാര്യം ചെയ്യാം, മൂപ്പരോടൊന്ന് പോയി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് യൂസുഫിൻ്റെ അടുത്ത് വിവരം, അപ്പോഴല്ലേ അന്ന് മറന്നുപോയില്ലേ, അന്ന് ഞാൻ മറന്നുപോയി, ഇന്നിപ്പോൾ മൂപ്പരിങ്ങനെ ഒരു സംഗതി കണ്ടപ്പോഴാണ് നിങ്ങൾ ഓർമ്മയായത് എന്ന നിലയിൽ അവിടെ ചൊല്ലുന്നു, പറയുന്നു, കാര്യങ്ങളൊക്കെ തീരുമാനാക്കുന്നു. നമുക്ക് വായിക്കാൻ പോകുന്നു, ആ ഭാഗത്താണ് ഇൻഷാല്ലാ, പറഞ്ഞു തീർക്കണ്ടല്ലോ അല്ലേ. ശരി, അപ്പോൾ നമ്മളതിൻ്റെ തുടക്കം നോക്കാം. വഖാല ലില്ലദീ ളന്ന അന്നഹു നാജിം മിൻഹുമാ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ, അവർ രണ്ടിൽ നിന്നു എന്ന് പറഞ്ഞാൽ ആരാ, ആ ജയിലിലുണ്ടായിരുന്ന നേരത്തെ ആ സ്വപ്ന വ്യാഖ്യാനമൊക്കെ ചോദിച്ച രണ്ടാൾക്കാർ. മിൻഹുമാ അവർ രണ്ടിൽ നിന്നും, വന്ന അന്നഹു നാജിൻ, അതാരാ നാജി, നാജി എന്ന് പറഞ്ഞാൽ ആരാ, ആ രക്ഷപ്പെട്ട ആള്, നജാ യൻജു, അല്ലാഹുമ്മ നജ്ജിന, നമ്മൾ പറയില്ലേ അല്ലാഹുമ്മ നജ്ജിന, അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ, നജ്ജിന മിനന്നാർ, നജ്ജിന മിൻ ഐദി ളാലിമീൻ, നജ്ജാന, നജാ രക്ഷപ്പെട്ടു, നജ്ജാ രക്ഷപ്പെടുത്തി, അൻജ രക്ഷപ്പെടുത്തി. ഓക്കെ. വഖാല ഖാല യൂസുഫ് അലൈഹിസ്സലാം, ഖാല യൂസുഫ് അലൈഹിസ്സലാം അവലൻ ഖാല ഖുദിയൽ അംറു ലദീ ഫീഹി തസ്തഫ്തിയാൻ വഖാല, അങ്ങനെ പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ലില്ലദീ എന്താ അർത്ഥം, ലില്ലദീ ഖാല ലില്ലദീ, ഖാല പറഞ്ഞു, ലി ഓട്, അല്ലദീ ഏതോ ഇനി പറയാൻ പോകുന്ന കാര്യമുള്ള ആളോട് അല്ലേ, ഖാല ലില്ലദീ ദഹബ പോയ ആളോട് പറഞ്ഞു എന്നറിയില്ലേ, ഖാല ലില്ലദീ അകല തിന്നുന്ന ആളോട് പറഞ്ഞു, അതുപോലെ ഖാല ലില്ലദീ ഇന്നാലിന്നവനോട് പറഞ്ഞു, ആരോട്, അല്ലദീ വന്ന അന്നഹു നാജിൻ, വന്ന മീൻസ് വന്ന യൂസുഫ്, വന്ന യൂസുഫ്, യൂസുഫ് അലൈഹിസ്സലാം മനസ്സിലാക്കിയ ആളോട്, എന്ത് മനസ്സിലാക്കിയ, അന്നഹു നാജിൻ ഓന് രക്ഷപ്പെടുമെന്ന്, അവൻ രക്ഷപ്പെടുമെന്നൊരാളെക്കുറിച്ച് യൂസുഫ് നബി മനസ്സിലാക്കി അയാളോട്, അതായത് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിച്ചിലാകുന്ന എന്നിട്ട് തിരിച്ച് ജോലി തന്നെ കയറാൻ പോകുന്ന, ശിക്ഷിക്കപ്പെടാനുള്ളതല്ല, അല്ലാത്ത മറ്റോ ഒന്നാമനോട് അല്ലേ, അഹദുകുമ ഒന്നാമനോട് പറഞ്ഞു. ലന്ന മനഹു ഫി ഹാദിഹിൽ ആയ ഐഖന, ഉറപ്പായ,
വന്ന എന്ന് പറഞ്ഞാൽ പിന്നെ സംശയം തോന്നുക, ഊഹം എന്ന അർത്ഥം മാത്രമല്ലുള്ളത്. ഉറപ്പാകുക, മനസ്സിലാക്കുക, വിചാരിക്കുക. ഉറപ്പായിട്ടും മനസ്സിലാക്കുക, അറിയുക എന്ന അർത്ഥത്തിലാണ് വന്ന എന്ന പദം അവിടെ ഉപയോഗിച്ചത്. وقال للذي ظن أنه ناج منهما, അവരിരുവരിൽ നിന്നും രക്ഷപ്പെടുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ആളോട് പറയുകയും ചെയ്തു. യൂസുഫ് നബി പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? ഉദ്കുർനി, ഉദ്കുർ ഓർമ്മപ്പെടുത്തണം, ഓർമ്മിക്കണം. നീ എന്നെ ഒന്ന് ഓർമ്മ വേണം, എൻ്റെ കാര്യം ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. നമ്മളറിയില്ലേ, നമ്മളെ കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കണേ എന്ന് പറയലുണ്ട്. ഉദ്കുർനി, എന്നെ നീ ഓർക്കണം. ഇന്ദ റബ്ബിക്ക, നിൻ്റെ യജമാനൻ്റെ അടുത്ത്. ഈ മുതലാളിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മളെ കാര്യമൊന്ന് പറഞ്ഞേക്കേണ്ടി എന്ന് തന്നെ. ഉദ്കുർനി ഇന്ദ റബ്ബിക്ക. പക്ഷേ അങ്ങനെ പോവുകയൊക്കെ ചെയ്തു. മൂപ്പരെ ആ കാര്യം മറന്നുപോയി എന്നുള്ളതിന് പറയാം അൻസാനിഹു ഇല്ല, അൻസാഹു ശൈത്താനു എന്നാണ്. പിശാച് അത് മറപ്പിച്ച് കളഞ്ഞു. അതായത് മൂപ്പരോടത് അൻസ, നസിയ, മറന്നു, നസിയ, അൻസ മറപ്പിച്ചു. അൻസാഹു ശൈത്താനു ദിക്റ റബ്ബിഹി, റബ്ബിനെ സ്മരിക്കാൻ എന്നല്ല, റബ്ബിൻ്റെ അടുത്ത് സ്മരിക്കാൻ, ഓർക്കാൻ, പറയാൻ അത് മറന്നു. മൂപ്പരോട് വിട്ട്. അങ്ങനെ ഫലബിസ, ലബിസ താമസിച്ചു, ഫലബിസ താമസിച്ചു, ലബിസ യൽബസു. ലബിസ സ ആണ്, സീനല്ല. സീനാണെങ്കിൽ എന്താ അർത്ഥം? ലബിസ ലിബാസ്, വസ്ത്രം. അപ്പോൾ ഫലബിസ എന്നായിപ്പോ അർത്ഥ അക്ഷരം മാറിപ്പോറും. ഫലബിസ എന്നാണ്, താമസിച്ചു. ഫലബിസ യൂസുഫ് അലൈഹിസ്സലാം ഫി സിജ്നി, ജയിലിൽ, തടവറയിൽ താമസിക്കേണ്ടി വന്നു. ബിദ്അ സിനീന, സനത്ത്, സിനീന് വർഷങ്ങൾ. ബിദ്അ കുറച്ച്, ഏതാനും, അല്പം, കൂട്ടം, കുറച്ച് കാലം, അതന്നെ ഉദ്ദേശിച്ചുള്ളൂ. കുറച്ച് കാലങ്ങൾ. അത് എത്ര ബിള് എന്ന്, എന്തിനാ ഉപയോഗിക്കുക എന്ന് വലിയ ചർച്ച ഉണ്ട്. എത്രക്കാ ഉപയോഗിക്കുക? 3 മുതൽ 9 വരെയാണ്, 7 12 വരെയാണ്, 90 വരെ പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. 90 വരെ പോകാം എന്നൊക്കെ. ഏതായിരുന്നാലും യൂസുഫ് നബി കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു. മറന്നുപോയില്ലേ? അങ്ങനെയാണ്. وقال يوسف للذي علم أنه ناج من صاحبيه, തൻ്റെ ആ 2 കൂട്ടുകാരിൽ നിന്ന് നാജിൻ, രക്ഷപ്പെടുന്ന ആളോട് യൂസുഫ് പറഞ്ഞു അലൈഹിസ്സലാം, ഉദ്കുർനി ഇൻദ സയ്യിദിക അൽ മലിക്, രാജാവിനോട്, നിൻ്റെ യജമാനനോട് നീ ഒന്ന് പറയണം എൻ്റെ കാര്യം. വ അഖ്ബിറുഹു, മൂപ്പരോട് പറയണം, ബി അന്നി മദ്ലൂമുൻ മഹ്ബൂസുൻ ബില ദംബ്, ബി അന്നി, ഞാൻ ഈ സാധു, മദ്ലൂമുൻ ആക്രമിക്കപ്പെട്ടതാണ്, മഹ്ബൂസുൻ പിടിക്കപ്പെട്ടതാണ്, ബിലാ ദംബിൻ ഒരു തെറ്റും ചെയ്യാണ്ട് കുടുങ്ങിയ നിരപരാധിയാണ് എന്ന് പറയണം. പക്ഷേ അയാൾ ഫഅൻസ ശൈത്താനു ദാലിക റജുല അൻ യദ്കുറ ലിൽ മലിക് ഹാല യൂസുഫ്, യൂസുഫിൻ്റെ ആ കാര്യങ്ങൾ, ഡീറ്റെയിൽസൊക്കെ പറയാൻ മറന്നുപോയി. ഫമകസ, ലബിസ മാനഹു മകസ, ഫമകസ യൂസുഫ് ബഅദ ദാലിക ഫിസ്സിജ്നി ഇദ്ദത സനവാത്, കുറേ വർഷങ്ങൾ അവിടെ താമസിക്കേണ്ടി വന്നു എന്നാണ്. ലൊന്ന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞത്? ഐഖന, ഉറപ്പായി എന്നതാണ് അർത്ഥം എന്ന് പറയാം. ഓക്കെ, ഒന്നായത്തും പാരായണം ചെയ്ത് നോക്കാം. പാരായണം ചെയ്യൂ.
وقال للذي ظن أنه ناج منه اذكرني عند ربك فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين. ഓക്കേ, അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. വഖാലൽ മലികു ഇന്നി അറാ, ഞാനതാ കാണുന്ന എന്ന് പറയാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കാഴ്ചയും അതിൻ്റെ ഉത്തരവും അടുത്ത ആഴ്ചയിലാകാം ഇൻഷാ അല്ലാഹ്. ശരി, 2 ആയത്തുകളും 41-2 ആയത്തുകളാണ്. കാണാതെയും പഠിക്കാൻ ശ്രമിക്കുക, ആശയവും മനസ്സിൽ വെക്കുക. ഓക്കെ, ഓതിക്കോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ സാഹിബയസ് സിജ്നി അമ്മാ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറാ وأما الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان وقال للذي ظن أنه ناج منه اذكرني عند ربك فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ പ്രഭാത പ്രദോഷങ്ങളിൽ വായിക്കാനും ജീവിതത്തിൽ അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും നമ്മെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗത്തെ തൊട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ പ്രയാസങ്ങൾ, രോഗങ്ങൾ ശിഫയും കശ്ഫും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മെ എല്ലാവരെയും മാരകമായ രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഏത് സന്ദർഭങ്ങളിലും അല്ലാഹുവിൻ്റെ കാവലുള്ളവരായി അല്ലാഹു നമ്മെ തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കട്ടെ. നന്മയിൽ പരീക്ഷിക്കപ്പെടുകയും വിജയം നേടുകയും ചെയ്യുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശത്രുകരങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു എല്ലാ മനുഷ്യരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.